ശരത് സാർ എപ്പോഴായിരുന്നു ഫസ്റ്റ് ടൈം ഇളയരാജ സാറിനെ മീറ്റ് ചെയ്തത്? അല്ല, ഫസ്റ്റ് ടൈം ഞാൻ മീറ്റ് ചെയ്തോ അതേ എന്നെ കണ്ടതോ? അല്ല, സാറ് മീറ്റ് ചെയ്തു. ഞാൻ കണ്ടത് വളരെ ചെറുപ്പത്തിലാണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയുടെ മുമ്പിൽ, അദ്ദേഹം ഈ സ്റ്റുഡിയോയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് പോകുന്ന വഴി അങ്ങനെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം എന്നെ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ കുറേ നടന്ന് ഏകദേശം 12 ജോഡി പാറ്റയുടെ ചെരുപ്പ് തേഞ്ഞ് പിന്നെ എനിക്ക് ആ ഹോപ്പ് പോയി സാറിനെ കാണാൻ പറ്റുമെന്നുള്ളത്. അതിനെ വിട്ടു. ഒരു വലിയ ആഗ്രഹമായിരുന്നു സാറിനൊരു പാട്ട് പാടണം. അത് എല്ലാവരുടെയും സംഗീതം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരാഗ്രഹം. അത് നടക്കണമെന്നില്ലല്ലോ. അതിന് തലയെഴുത്ത് വേണം, അദ്ദേഹം നമ്മളെ വിളിക്കണം. അല്ല വേറെ നമുക്ക് റെക്കമെൻഡ് ചെയ്യാനൊന്നും ആരും ഇല്ല താനും. നമ്മൾ തന്നെ അവിടെ പോയി നീ ചെരുപ്പൊക്കെ തേയിച്ചാലേ ഉള്ളൂ. അപ്പം നടന്നില്ല, അതങ്ങ് വിട്ടു അവസാനം. അത് കുറേ ഒരു 7 വർഷമോ 8 വർഷമോ എന്തോ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക്. ഇപ്പോൾ രാജാ സാറിൻ്റെ സാറിൻ്റെ സ്റ്റുഡിയോയുടെ മുമ്പിലാണ് ശരവണ ഭവനുള്ളത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ അറിയാൻ ഞാൻ ഒരു രാജാ സാർ ഭ്രാന്തനാണെന്ന്. അപ്പോൾ അവന്മാർ സാർ കൂപ്പിടേ, സാർ വാങ്ങോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്മാരെന്നെ വഴി നിർത്തിയിട്ട് ഞങ്ങൾ ശരവണ ഭവനിൽ കയറും. അങ്ങനെ കുറേ പൈസ കാപ്പി മേടിച്ച് കൊടുത്ത് തീർന്നിട്ടുണ്ട്. അപ്പം പിന്നെ അത് എൻ്റെ ബില്ല് അടച്ചിട്ട് പോയിട്ടുണ്ട് ശരവണ ഭവനിൽ ചെന്നൈയിൽ. ഞാൻ നോക്കിയപ്പോൾ ഞാൻ ബില്ല് ശരത് സാർ ഓൾറെഡി കൊടുത്തിട്ട് പോയി എന്ന് പറഞ്ഞു. എനിക്കൊന്ന് ശരവണ ഭവനായിട്ട് ടൈപ്പ് ഉണ്ട്. അന്ന് ടൈപ്പ് ഒന്നുമില്ല, അന്ന് പൈസ ഉണ്ടായിരുന്നു. ഞാൻ കഴിച്ച ദോശയുടെ ബില്ല് അടച്ചിട്ടങ്ങ് പോയിരിക്കും. കുറച്ചുകൂടെ കഴിക്കായിരുന്നു. അതല്ലേ, കുറച്ചുകൂടി ഓർഡർ ചെയ്തിട്ട് പിന്നെ. അതെ, പക്ഷെ ഒരു മോതിരം ഗിഫ്റ്റ് എന്ന ഒരു കഥയുണ്ടല്ലോ. ഇത് മറ്റേ കാക്കയുടെ കഥയൊക്കെ പറയുന്നതാണ്. മോതിരം മറ്റേ ഇല്ല, അത് ഞാനതാ പറയുന്നത്. അപ്പോൾ രാജാ സാറിൻ്റെ സ്റ്റുഡിയോയിൽ നിന്ന് ഒരിട്ടും വിളി വന്നു. അപ്പോൾ എനിക്കത് ഡൗട്ട് തോന്നി, യുവമാരായിരിക്കും നമ്മളെ പിന്നെയും ശരവണഭവനിലെ കാപ്പി മേടിക്കാനാന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ സാക്ഷാൽ രാജാ സാറിൻ്റെ സ്റ്റുഡിയോ ആണ്. അപ്പോഴത്തേക്ക് ഒരു വിറപ്പ് വന്നു. ഞാൻ എൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അതൊക്കെ നിർത്തിയിട്ട് ഞാൻ നേരെ വീട്ടിൽ പോയി ഒന്നും കൂടെ പല്ലൊക്കെ തേച്ച് വൃത്തിയായിട്ട് ഒന്നും കൂടെ കുളിച്ച് എന്നിട്ടൊരു 5 മിനിറ്റ് ഒരു ക്യാപ്സ്യൂൾ പ്രാക്ടീസൊക്കെ നടത്തി. അവിടെ പോയപ്പോൾ സാറുണ്ട്. അപ്പോൾ സാറിങ്ങനെ വാ ശരത് എന്ന് വിളിച്ചപ്പോൾ എനിക്ക് എന്നെ തന്നെ ആണോ? അയ്യോ ദൈവമേ, ഞാൻ സാറ് ഏതാണ്ടൊക്കെ സംസാരിക്കും, ഞാൻ എന്നെ നുള്ളി അവസാനം അവിടെ മുഴുവൻ ബ്ലഡ്, എൻ്റെ കൈ മുറിഞ്ഞിട്ട്. കാര്യം ഇത് സത്യമാണോന്ന് അറിയണമല്ലോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത. അപ്പോൾ അത് നമ്മുടെ ഡയറക്ടർ ബാലായുടെ ഫിലിമായിരുന്നു. അപ്പോൾ പാട്ട് എഴുതിക്കുമെന്ന് പറഞ്ഞ് ഞാൻ എഴുതി അത് പാടാൻ പറഞ്ഞു. അത് പാടിക്കഴിഞ്ഞിട്ട് അതിന് മുമ്പിലൊരു തുകയിറ ഉണ്ടായിരുന്നു, ഒരു ആഡ്ലി പോർഷൻ. അപ്പോൾ അതും സാറ് പറഞ്ഞു തന്നു, ഇത് ഈ ഒരു വളരെ ശോകരസപ്രധാനമാണ് ശുഭമൊന്നുവരാളി, പക്ഷെ എനിക്ക് വേണ്ടത് അഹങ്കാരമാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇത് അഹങ്കാരം വരണമെങ്കിൽ എങ്ങനെ പാടണം എന്നൊക്കെ വളരെ ക്ലീനായിട്ട് കൃത്യമായിട്ട് പറഞ്ഞു തന്നു. അപ്പോൾ ഞാൻ തുകയിറയും പാടി. അപ്പോൾ രാജാസാറിൻ്റെ സ്റ്റുഡിയോയിൽ ക്യാബിനില്ല, നമ്മൾ തൊട്ടു മുമ്പിൽ നിന്ന് അങ്ങ് പാടുക. അപ്പോൾ എന്തെങ്കിലും ചീത്ത ഉണ്ടെങ്കിൽ അത് നേരിട്ട് അങ്ങ് കേൾക്കാം. ഹെഡ്ഫോണിൽ വേണ്ട, നേരിട്ട് കേൾക്കാം അദ്ദേഹത്തിൻ്റെ വായിന്ന്. അപ്പോൾ അത് ഞാൻ എന്തെങ്കിലും സാറിൻ്റെ സ്വഭാവത്തിന് എന്തെങ്കിലും പറയും. അപ്പോൾ അത് ഞാൻ പാടി കേട്ട് രണ്ടാമത് ഒരു തവണയോടെ പ്ലേ ചെയ്തു. അത് പ്ലേ ചെയ്തപ്പോൾ ഇത്രയും സാറ് സീരിയസ് ആയിട്ടുള്ള അഹങ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് സാറ് ചിരിച്ചുകൊണ്ടിരിക്കുക പാട്ട് പ്ലേ ആകുമ്പോൾ. ഇതൊക്കെ കഴിഞ്ഞിട്ട് സാറ് എൻ്റെ അടുത്തേക്ക് വന്ന് എൻ്റെ കവിളിങ്ങനെ പിടിച്ചിട്ട് നീ ഇത്ര നാൾ എവിടെ ആയിരുന്നു എന്ന് ചോദിച്ചു. അത്രേ എനിക്ക് ഓർമ്മയുള്ളൂ. ഒരൊറ്റ കരച്ചിലായിരുന്നു. കരച്ചിലെന്ന് പറഞ്ഞാൽ കരഞ്ഞിട്ട് സാറിൻ്റെ കർച്ചീപ്പെടുത്ത് എൻ്റെ കണ്ണീരൊക്കെ ഒപ്പി ശരത്തിൻ്റെ കൂടെ ഒരു പടം എടുക്കട്ടെ എന്നൊക്കെ സാറ് നിന്ന് എടുത്തതാണ്. അപ്പോൾ അതൊരു ഞാനത് സാറിൻ്റെ അടുത്ത് പോലും എനിക്കൊന്ന് ഒരു താങ്ക്സ് പോലും പറയാൻ ഞാൻ ഇറങ്ങിപ്പോയിട്ട് ആരടുത്ത് ഇത് പറയാൻ പറ്റത്തില്ല. ഒന്നാമത് നമ്മൾ തള്ളുക എന്ന് വിചാരിക്കും ഫസ്റ്റ്, പിന്നെ അത് പറയാൻ പറ്റുന്നില്ല. ഞാൻ വീട്ടിൽ പോലും പറഞ്ഞില്ല. അടുത്ത ദിവസം രാവിലെ സാറിൻ്റെ അവിടുന്ന് പിന്നെയും കോൾ വന്നു. അപ്പോൾ എന്തെങ്കിലും തിരുത്ത് കാണില്ലെങ്കിൽ ആ പാട്ടില്ല, സോറി ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ വരാൻ പറഞ്ഞു സാറ് വരാൻ പറഞ്ഞു. സാറ് രാവിലെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്നലെ രാത്രി മുഴുവൻ എൻ്റെ തലേന്ന് നീ പാടിയത് തന്നെ ആയിരുന്നു ശരത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ ഇനി നമുക്കൊന്നും വേണ്ട, നമ്മുടെ മരണം അടുത്തു എന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഒരു ജന്മം എടുത്തതിനൊരു സംഭവം വേണമല്ലോ. അപ്പോൾ ഇത് നടന്നു എന്നുള്ളത്. സാറ് പറഞ്ഞു സംഗീതത്തിന് കാശില്ല ശരത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ എനിക്ക് ഈ പാടിയതിന് പൈസ തരരുത് സാറിന്. അല്ലല്ലോ ഞാൻ പറയുന്നത് കേക്ക്, ഇളയരാജ മനസ്സ് നിറഞ്ഞ് എന്തെങ്കിലും തന്നാൽ നീ സ്വീകരിക്കത്തില്ല. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും സാർ, പക്ഷേ പൈസ തരില്ലേ സാറിന്. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, അത് നിൻ്റെ കൈ നീട്ട് എന്ന് പറഞ്ഞു. എൻ്റെ കൈ നീട്ടിട്ട് എനിക്കൊരു നവരത്ന മോതിരം ഇട്ട് തന്നു സാറ് ഫസ്റ്റ് പാട്ടിന്. അത് കുറേ അതിനെനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 100 ഓസ്കാറിന് സമമാണ്.
സാർ ആർക്ക് എസ് പി ബി സാറ് 1,00,000 പാട്ടങ്ങാണ്ട് പാടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോലെ ഏതോ ഒരു പാട്ടിനാണ് നല്ലതെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു തലയിലെഴുത്തുണ്ടായി സത്യം പറഞ്ഞാൽ. ചിത്ര ചേച്ചി 1200-300 പാട്ട് പാടി. ചേച്ചി എൻ്റെ മോതിരത്തിൽ പിടിച്ചിട്ട് ചേച്ചി കരഞ്ഞു. ചേച്ചിക്ക് ഒരു പാളയം കൂടെ പഴം പോലും സാറിന് എടുത്ത് കൊടുത്തിട്ടില്ല. ആ വിഷമമുണ്ട് ചിത്ര ചേച്ചിക്ക്. അല്ല എന്ന് പറഞ്ഞാൽ അത്ര പാട്ട് പാടിയിട്ടുണ്ട്. ആരെയും അങ്ങനെ സമ്മതിച്ചു കൊടുക്കത്തുമില്ല. അപ്പോൾ എല്ലാ മ്യൂസിഷ്യൻസും അതാണ് പറയും, ഇളയരാജ സാർ ഇങ്ങനെ ചെയ്തെന്നെങ്കിൽ അതിൻ്റെ അപ്പുറത്തൊന്നുമില്ലെന്ന്. അത് അവർ എന്താ പറയണ്ടേ, എൻ്റെ അച്ഛനമ്മയും ചെയ്ത പുണ്യം എനിക്ക് തലയിൽ അത് എഴുതിയിട്ടുണ്ട്. ഇപ്പോഴും രാജാ സാർ എന്ന് പറഞ്ഞാൽ അതൊരു വികാരമാണ് എനിക്ക്. എത്രയോ പാട്ട് അതിനുശേഷം സാറിന് പാടി, ഇപ്പോൾ ഈ അടുത്തും പാടി. അപ്പോൾ അത് അങ്ങനെ ഒരു കമ്പോസർ, നമ്മുടെ ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്ത ഫൈനസ്റ്റ് കമ്പോസേഴ്സിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് രാജാ സാർ. കാര്യം എല്ലാം ചെയ്യുന്ന ഒരാൾ, അല്ലാതെ ഫുട്ബോൾ മാച്ച് പോലെ പലരും ചേർന്ന് കളിച്ച് ജയിപ്പിക്കുന്നതല്ല, ഒറ്റ ആളാണ്. അത് എന്ത് വന്നാലും അദ്ദേഹത്തിൻ്റെ തലയിൽ നിന്നാണ്. അപ്പോൾ അങ്ങനൊരു ഒരു ഉഗ്രം കമ്പോസർ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നൊരു മോതിരം കിട്ടിയത് എനിക്ക് എൻ്റെ ഭാഗ്യം. അതല്ലാണ്ടൊന്നും. അതാ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലും രാജാ സാറിന്റെ റൗണ്ടിന് ബെറ്റർ ഒരു ഗസ്റ്റ് നമുക്ക് കിട്ടാൻ കിട്ടാനില്ല. വളരെ സന്തോഷം. അതെ. വളരെ സന്തോഷം. എല്ലാം ഒരു പ്ലാൻഡ് ഓപ്പറേഷൻ ആയിരുന്നു.